നമ്മുടെ ശിവാഞ്ജലി വ്ളോഗ് പുള്ളിക്കാരി 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ ഒരു അപ്ഡേഷനൊക്കെ തന്നിരുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു സങ്കടപ്പെട്ടുകൊണ്ടൊക്കെ വന്നിട്ട് ശരിയാണ്, ഉത്തരേന്ത്യയിലൊക്കെ അങ്ങനെ മരുമക്കൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന കുടുംബങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ ഒരു വീഡിയോ കുറച്ച് മുന്നേ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അതിനകത്ത് അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ടാണ്, അല്ലാതെ വീട്ടുകാർ വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ഇതിനകത്ത് 2 കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഒന്ന്, റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത്തെ കാര്യം സാധ്യത. അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് കുറച്ച് കുറ്റമൊക്കെ പറഞ്ഞ് കരഞ്ഞ് സംഭവമൊക്കെ ആകുമ്പോൾ അത് വൈറലാവും, ഒരുപാട് പേര് റിയാക്ട് ചെയ്യും, ഒരുപാട് സപ്പോർട്ട് കിട്ടും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ചിലപ്പോൾ ഇനിയിപ്പോൾ അവരുടെ വീട്ടുകാരെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. ആ ഒരു വീഡിയോ അങ്ങനെ പോകത്തുള്ളൂ. ഉറപ്പായിട്ടും വീട്ടുകാർക്കെതിരെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയുടെ പുറത്തായിരിക്കാം ചിലപ്പോൾ അവരിപ്പോൾ മാറ്റി പറയുന്നത്. ഈ 2 സാധ്യതകളുണ്ട്. നിങ്ങൾക്കിത് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ പറയൂ. ഇപ്പോൾ അവർ പറയുന്നത് വീട്ടുകാരൊക്കെ നല്ലവരാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവരുടെ വീഡിയോയിൽ പറയുന്നത്. മറ്റേത് ആദ്യത്തെ വീഡിയോയിൽ കരഞ്ഞ് ബഹളം വെച്ച് വലിയ പ്രശ്നമൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ എന്തോ ആരോ അവരായിട്ട് കഷ്ടപ്പെടുത്തുന്ന പോലെയൊക്കെയാണ്, അവർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നല്ലോ. പിന്നെ അതിൻ്റെ ഇടയിൽ അവർ പറയുന്നുണ്ടായിരുന്നു, അവരുടെ പ്രധാന പേടി എന്ന് പറയുന്നത് സബ്സ്ക്രൈബേഴ്സ് പോവോ വീഡിയോ ഇടാതിരുന്നാൽ, നിങ്ങൾ പോയി കളയരുത് എന്നുള്ള രീതിയിലായിരുന്നു അവർ അതിന് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും അത് വീട്ടുകാരുടെ ഗാർഹിക പീഡനം നേരിടുന്ന പെൺകുട്ടി എന്ന നിലയിൽ അത് സ്വാഭാവികമായിട്ടും പിന്നീട് ഭയങ്കരമായിട്ട് അത് വാർത്തകളായി, ഒരുപാട് പേര് റിയാക്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ആൾ ന്യായീകരണമായിട്ട് വന്നിരിക്കുന്നത് അമ്മായിയമ്മ വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു എന്നാണ്. ഒന്നുകിൽ പക്ക റീച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ പരിപാടി, അല്ലാന്നുണ്ടെങ്കിൽ അമ്മായിയമ്മയും ഭർത്താവും കൂടെ പിടിച്ച് വരട്ടിയിട്ടുണ്ടാവും, പേടിച്ചിട്ട് ചെയ്യുന്നതുമാകാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.